ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സിന് ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടുന്നുണ്ട്. അതായത് ഇൻകം ടാക്സ് അടയ്ക്കാൻ പറഞ്ഞിട്ട് കുറേ നോട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾക്ക് അറിയാം, ഇപ്പോൾ നമ്മളെ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ മാത്രമല്ല, നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും അത് പ്രത്യേകിച്ച് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് IT ഡിപ്പാർട്ട്മെന്റിലേക്ക് റിപ്പോർട്ട് ആവുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പോൾ എന്താ വെച്ചാൽ ലേറ്റസ്റ്റ് വന്ന റീസെന്റ് ചേഞ്ചസും അതുപോലെ തന്നെ RBIയുടെ ചേഞ്ചസ് ഒക്കെ ഇത് ആക്ച്വലി എന്താ പറയുക, നമ്മുടെ ബ്ലാക്ക് മണി അങ്ങനത്തെ സംഭവത്തിനൊക്കെ അതേപോലെ തന്നെ ഇല്ലീഗൽ മണിയൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു പരിപാടിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഫുൾ എന്താ പറയുക ലിങ്ക്ഡ് എല്ലാ ലിങ്കിങ് പരിപാടിയാണല്ലോ, എല്ലാം പാൻ കാർഡായിട്ട് ലിങ്ക്ഡ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ കുറച്ച് ബേസുകളുണ്ട്, നമുക്ക് എങ്ങനെ നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ, മിക്ക ആൾക്കാരും ക്രെഡിറ്റ് കാർഡ് യൂസർ ആയിരിക്കും. നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നത് നിങ്ങൾക്ക് എങ്ങനെ എസ്കേപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അത് ഇഗ്നോർ ചെയ്യാം. ഇഗ്നോർ എന്ന് പറയാൻ പറ്റില്ല, എങ്ങനെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. ഒരു പ്രിക്കോഷൻ പോലെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം നമുക്ക് ഇൻകം ടാക്സ് നോട്ടീസ് വരുന്ന ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി അതിന് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആദ്യം തന്നെ പറയണത്, നമുക്ക് എന്തൊക്കെ കാരണങ്ങളാണ്, നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാരണങ്ങളാൽ നിങ്ങൾക്ക് നോട്ടീസ് വരാം, ചാൻസസ് കൂടുതലാണ് നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് യൂസർ. അപ്പോൾ ആദ്യത്തെ 2 പോയിന്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത്, നിങ്ങൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ല് എല്ലാ മാസം നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് 1 lakh അബോവ് ബിൽ പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് നോട്ടീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തേന്ന് പറയുന്നത്, നിങ്ങൾ ഹൈ വാല്യൂ പ്രൊഡക്റ്റ്, അതായത് വേർത്ത് ₹10 lakhന്റെ മുകളിൽ 5 ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ ഒരു ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ത്രൂ പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അതും കാരണമാകാൻ നിങ്ങൾക്ക് ഒരു നോട്ടീസ് വരാനുള്ള 2 മെയിൻ കാരണങ്ങളാണ്. ഈ 2 മെയിൻ കാരണങ്ങളാണ് മെയിൻലി നോട്ടീസ് വരാനുള്ള കാരണങ്ങൾ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോൾ RBIയുടെ റൂൾ പ്രകാരം നിങ്ങളൊരു SBIയുടെ ബാങ്ക് ആണെന്നിരിക്കും, SBIയുടെ ക്രെഡിറ്റ് കാർഡ് ആണെന്നിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ആണെന്നിരിക്കും, നിങ്ങൾ ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ ആക്ച്വലി IT ഡിപ്പാർട്ട്മെന്റിനെ നോട്ടീസ് ചെയ്യണം എന്നാണ് ആക്ച്വലി പുതിയ റൂള്. ബാങ്ക് തന്നെ നോട്ടീസ് കളഞ്ഞാണ് പുതിയ റൂള്. അതിനൊരു ഫോമും ഉണ്ട് ആക്ച്വലി. ഫോം 61A ത്രൂ ആണ് നമ്മൾ ബാങ്ക് IT ഡിപ്പാർട്ട്മെന്റിനെ ഇത് നോട്ടിഫൈ ചെയ്യേണ്ടത് കേട്ടോ. ഈ ഫോം 61A എന്ന് പറഞ്ഞ സാധനം പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ അതിൻ്റെ പേരാണത്. അപ്പോൾ അത് ത്രൂ ബാങ്ക് IT ഡിപ്പാർട്ട്മെന്റിനെ നോട്ടീസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ബാങ്കും എല്ലാം ചെയ്യാറുണ്ട്, ഇത് വേറെ കാര്യം. പക്ഷേ അത് മാത്രമല്ല, നിങ്ങളൊരു ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരു ഫോം 26AS എന്നൊരു സാധനമുണ്ട്. ആ ഫോം ഉപയോഗിച്ച് നിങ്ങൾ ITR ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളും ആക്ച്വലി ഇൻകം ടാക്സിനെ അത് അറിയിച്ചിരിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അത് സമ്മിൽ ടാഗിൽ വന്നിട്ടുണ്ടെങ്കിലാണ് നോർമലി നോട്ടീസും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നോക്കി നോക്കാം. എന്നാൽ 2-3 സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടുള്ള സ്പെൻഡിങ്, അതായത് ഓവർ സ്പെൻഡിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നോർമലി നമുക്ക് ഈ ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നത് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ റീസെന്റ് തന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സുകൾക്ക് തന്നെ ഇഷ്ടം പോലെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് നിങ്ങൾക്ക് അറിയിക്കില്ല, അപ്പോൾ എല്ലാവരും ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ആണ്. അതും വലിയ കാര്യമുള്ള ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ ചെയ്യാണ്ട് തന്നെ ഇഷ്ടംപോലെ ക്രെഡിറ്റ് കാർഡ്സ് എന്താ പറയുക ഇൻകം ടാക്സ് നോട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത്, നമ്മൾ ITR ഫയൽ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോം 26AS ഫയൽ ചെയ്യാൻ മറക്കരുത്. അതായത് നിങ്ങളുടെ ഫയൽ ചെയ്യുന്ന ITRും അതുപോലെ തന്നെ ഡീറ്റെയിൽസ്, അതായത് ഫോം 26AS ഉള്ള ഡീറ്റെയിൽസും സിങ്ക്രണൈസ് ആയിരിക്കണം. അതല്ലെങ്കിൽ നോട്ടീസ് വരും. അപ്പോൾ പിന്നെ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ യൂസസിന് മാത്രം ഉപയോഗിക്കുക, പേഴ്സണൽ യൂസിനാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ബിസിനസ് പർപ്പസ് യൂസ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. എന്താ വെച്ചാൽ നിങ്ങൾ കുറേ ഇപ്പോൾ ഫ്രണ്ട്സിന് ഫോൺ വാങ്ങിക്കാനും, എന്താ വെച്ചാൽ ഇപ്പോൾ ആമസോണിലൊക്കെ, പ്രത്യേകിച്ച് ആമസോൺ കാർഡിൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ആമസോൺ കാർഡ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ, ആമസോണിൽ നമുക്ക് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് കാർഡ് നമുക്ക് വാങ്ങിക്കുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഈ പരിപാടി ഉണ്ട്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിൻ്റെ ഇടയിലും അതുപോലെ തന്നെ എന്താ പറയുക മില്ലിയൻസിൻ്റെ ഇടയിലൊക്കെ ഈ പരിപാടി ഉണ്ട്. ആ കാർഡ് ഉപയോഗിച്ചിട്ട് അവരുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും എല്ലാവർക്കും ഫോം വാങ്ങിച്ചു കൊടുക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഒരു 5% ക്യാഷ് ബാക്ക് ലാസ്റ്റ് കിട്ടും. അത് നമുക്ക് ആമസോൺ പേ ബാലൻസ് ആയിട്ട് കിട്ടും. അത് നമുക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനത്തെ ഒരു അത് ഒരു ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കുറേ പേര് ഇങ്ങനത്തെ പരിപാടിക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇത്രയധികം ട്രാൻസാക്ഷൻ വരുമ്പോൾ അതെല്ലാം നമ്മുടെ പേരിലാണ് രജിസ്റ്റർ ആവുന്നത്. പാൻ കാർഡ് ഞാൻ പറഞ്ഞ ലിങ്ക്ഡാണ്. അപ്പോൾ അങ്ങനെയും നിങ്ങളുടെ പേരിൽ ഇൻകം ടാക്സ് നോട്ടീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങളത് സോഴ്സ് കാണിക്കാനും അങ്ങനത്തെ സംഭവത്തിനൊക്കെ പിന്നെ പുലുവൽ അടിക്കേണ്ടി വരും, അതിനെ പിന്നെ നടക്കേണ്ടി വരും. ഓൺലൈൻ പഠിക്കുന്ന നടക്കില്ല, മിക്കതും ഓഫ്ലൈനിലേക്ക് പോകേണ്ടി വരും, അവരുടെ ഓഫീസിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ കുറച്ച് പുലുവലൊക്കെ പിടിക്കാൻ വരും. അപ്പോൾ അതിന് ഏറ്റവും ബെറ്റർ നിങ്ങൾ പ്രിവെൻറ്റ് ചെയ്യണം. നിങ്ങൾ പഴഞ്ചൊല്ല് കേട്ട പോലെ തന്നെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സാധനമൊക്കെ ഉപയോഗിക്കുമ്പോൾ മെയിനായിട്ട് പിന്നെ കുറേ പേര് ബിസിനസ് യൂസിന് ഉപയോഗിക്കുന്നുണ്ട്. ബിസിനസ് യൂസ് ഒന്നും ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് നോർമൽ ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ പേഴ്സണൽ ക്രെഡിറ്റ് കാർഡാണ്. ബിസിനസ് ക്രെഡിറ്റ് കാർഡ് വേറെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. HDFC ബാങ്കിൻ്റെ ബിസിനസ് ക്രെഡിറ്റ് കാർഡ്, എല്ലാ ബാങ്കിലും ഉണ്ട് ബിസിനസ് ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾ ബിസിനസ് യൂസിനാണെങ്കിൽ അങ്ങനത്തെ ക്രെഡിറ്റ് കാർഡ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇൻഫോം ചെയ്യാൻ വന്നാൽ കുറേ പേർക്ക് ഇപ്പോൾ ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് ബേസിസിൽ. അപ്പോൾ മറക്കണ്ട കേട്ടോ.
അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ചാനൽ ജസ്റ്റ് പോലെ കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കി വേണ്ടി ഒന്ന് ഷെയർ ചെയ്യട്ടാ. നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് പോലെ അടിച്ചാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത വീഡിയോ കാണാം. ബൈ.